വാസു വളയം പിടിക്കാൻ തുടങ്ങിയിട്ട് അരനൂറ്റാണ്ടിലധികമായി. കൊടുങ്ങല്ലൂർ നഗരത്തിന്റെ സ്വന്തം ഡ്രൈവറാണ് ഈ കാരണവർ. കൊടുങ്ങല്ലൂരിലെ നിലവിലുള്ള ടാക്സി ഡ്രൈവർമാരിൽ മുതിർന്നയാളാണ് വാസു. നഗരത്തിലെ എന്നല്ല പ്രദേശത്തെ റോഡുകളെല്ലാം വാസുവിന് കൈവെള്ളയിലെ രേഖ കണക്ക് സുപരിചിതമാണ്. 5 പതിറ്റാണ്ട് മുൻപ് പുതുക്കാടുള്ള ഡോക്ടറുടെ വീട്ടിൽ സഹായിയായി എത്തിയ വാസു അവിടെ വെച്ചാണ് ആദ്യമായി സ്റ്റിയറിംഗിൽ തൊടുന്നത്. ഡ്രൈവിംഗിൽ കമ്പം കയറുന്നതും അവിടെ നിന്ന് തന്നെ. പിന്നെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഡ്രൈവിംഗ് പഠനം പൂർത്തിയാക്കി ലൈസൻസ് എടുത്തു. ആദ്യമൊക്കെ സ്വകാര്യ കാറുകളിൽ ഡ്രൈവറായി ജോലി ചെയ്തു. വൈകാതെ കൊടുങ്ങല്ലൂർ നഗരത്തിൽ ടാക്സി ഡ്രൈവറായി അരങ്ങേറ്റം കുറിച്ചു. അന്നു മുതൽ വാസുവിന്റെ കാർ ടോപ്പ് ഗിയറിൽ യാത്ര തുടരുകയാണ്. 73-ൽ സ്കൂളിൽ ചേർന്ന് അന്ന് ഞാൻ ഡ്രൈവിംഗ് ഓടിക്കുമ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ 221 കൊടുത്തിരുന്നു. പിന്നെ ഞാൻ ഓടിച്ചാട്ടി കൊടുത്തു വണ്ടി. അപ്പോൾ കറപ്പിന് അച്ഛൻ 100 രൂപ ഇട്ടു. അങ്ങനെ ലൈസൻസ് എടുത്ത് എന്നാൽ ചെയ്യുന്നതോളാണ് ടെസ്റ്റ്. അന്നൊക്കെ കാല് കുറയ്ക്കും ടെസ്റ്റിനൊക്കെ പോകുമ്പോൾ. ഡ്രൈവറായിട്ട് ആദ്യം കൊച്ചിയിലാണ് ഒരു പ്രൈവറ്റ് വണ്ടിയിലുള്ളത്. അത് പ്രമുഖ വക്കീലിൻ്റെ വണ്ടിയിലാണ്. അവിടെ നിന്ന് പോന്നിട്ട് കോളക്കോളൻ അപ്പുൻ്റെ വണ്ടിയിൽ കയറുക. അവിടെ നിന്ന് പോയിട്ട് പിന്നെ ടാക്സി ഓടിക്കാൻ തുടങ്ങി. 74-75 കൊല്ലം കൊടുങ്ങല്ലൂർ വടക്കേ നടയിൽ ടാക്സി ഓടിക്കുക. നാളിതുവരെ വടക്കേ നടയിലെ സ്ഥിര സാന്നിധ്യമാണ് വാസു. കോവിഡ് കാലത്തും ഒഴിച്ചുകൂടാനാകാത്ത അവസരങ്ങളിലും മാത്രമാണ് വാസുവിന്റെ കാർ ഷെഡിൽ കയറിയിട്ടുള്ളത്. വയസ്സ് 70 ആണെങ്കിലും ഇദ്ദേഹത്തിന്റെ ചുറുചുറുക്ക് മറ്റു ഡ്രൈവർമാർക്ക് മാതൃകയാണ്. എറിയാട് യു ബസാർ സ്വദേശിയായ വാസു കൊടുങ്ങല്ലൂരിന്റെ ഇന്നിനെയും ഇന്നലെയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണികളിലൊന്നാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.